പാർട്ട് 11 മേരി ആവാസ് ഹി പഹ്ചാൻ ഹെ. എൻ്റെ സ്വരം തന്നെ തിരിച്ചറിയണം. ബതായിയെ ആൻസർ ഓർലി. ഭീമസേൻ ജോഷി को 2008 में कौन सा രാഷ്ട്രീയ സമ്മാൻ പ്രാപ്ത് हुआ? ഭീമസേൻ ജോഷിക്ക് 2008 ഏത് രാഷ്ട്രീയ ബഹുമതിയാണ് കിട്ടിയത്? ഒരു രാഷ്ട്രീയ ബഹുമതി അദ്ദേഹത്തിന് കിട്ടിയത് ഏത് ബഹുമതിയാണ്? പണ്ഡിറ്റ് ഭീമസേൻ जोशी को सन 2008 में ഭാരത രത്ന का पुरस्कार प्राप्त हुआ. പണ്ഡിത ഭീമസേൻ ജോഷിക്ക് 2008 ഭാരതരത്നം എന്ന രാഷ്ട്രീയ ബഹുമതിയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. क्वेश्चन नंबर ख. ഭീമസേൻ जोशी की जीवनी നാട്പുത്ര കിസ്നെ ലിഖി ഹെ? ഭീമസേൻ ജോഷിയുടെ ജീവിതത്തെക്കുറിച്ച് നാട്പുത്ര എന്ന ആ പുസ്തകം എഴുതിയത് ആരാണ്? ഭീമസേൻ ജോഷി. പണ്ഡിറ്റ് ഭീമസേൻ ജോഷിക്ക് ജീവനി, അതായത് പണ്ഡിതൻ ഭീമസേൻ ജോഷിയുടെ ജീവിതത്തെക്കുറിച്ച് നാട്പുത്ര എന്ന പുസ്തകം, നാട്പുത്ര ഉസ്കെ പിതാനെ ലിഖി ഹെ, അദ്ദേഹത്തിൻ്റെ പിതാവാണ് എഴുതിയത്, അച്ഛനാണ് എഴുതിയത്. സ്വന്തം മകനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയതാരാണ്? ഉൻകെ പിതാനെ ലിഖി ഹെ, അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് എഴുതിയത്. ഭീമസേൻ ജോഷിക്ക് ജീവനി നാട്പുത്ര ഉൻകെ പിതാനെ ലിഖി ഹെ, അദ്ദേഹത്തിൻ്റെ പിതാവാണ് എഴുതിയത്. ഓക്കെ, അപ്പം ഇതെല്ലാം നിങ്ങൾ എഴുതി വയ്ക്കുക കേട്ടോ. താങ്ക് യു. ക്വസ്റ്റ്യൻ നമ്പർ ഗ. ഭീമസേൻ ജി की गायन में रुचि कैसे हुई? പണ്ഡിറ്റ് ഭീമസേൻ ജോഷിക്ക് പാടാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് എങ്ങനെയാണ് ഉണ്ടായത്? പണ്ഡിറ്റ് ഭീമസേൻ ജോഷിക്ക് गायन में रुचि अपनी माँ के कारण हुई. ഉൻകി മാ അച്ചി ഗായിക തി. സ്വന്തം അമ്മ മൂലമാണ് പണ്ഡിറ്റ് ഭീമസേൻ ജോഷിക്ക് പാടാനുള്ള കഴിവുണ്ടായിരുന്നത്. കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ അമ്മ നല്ലൊരു പാട്ടുകാരിയായിരുന്നു. ഭീമസേൻ ജോഷിക്ക് ഗായൻ മേ രുചി അപ്പനി മാക്കെ കാരൻ ഹുയി. സ്വന്തം അമ്മ കാരണമാണ് ഭീമസേൻ ജോഷിക്ക് പാടാനുള്ള കഴിവ് ഉണ്ടായത്. കാരണം ഉൻകി മാ അച്ചി ഗായകാത്തി, അദ്ദേഹത്തിൻ്റെ അമ്മ നല്ല ഒരു പാട്ടുകാരിയായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ ഖ. സംഗീത കെ അതിരിക്ത് ഭീമസേൻ ജി കെ ക്യാ ശൗഖ് ഥാ? സംഗീതക്കെ അതിരിക്ത്, സംഗീതമല്ലാതെ ഭീമസേൻ ജോഷിക്ക് എന്തൊക്കെ ഇൻട്രസ്റ്റ് ആണ് ഉണ്ടായിരുന്നത്? संगीत के अतिरिक्त पंडित भीमसेन जोशी को क्रिकेट खेलने और कार चलाने का बहुत शौक था. സംഗീതമല്ലാതെ ഭീമസേൻ ജോഷിക്ക് ക്രിക്കറ്റ് കളിക്കാനും പിന്നെ കാർ ഓടിക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് വളരെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരുന്നു. അപ്പോൾ പണ്ഡിറ്റ് ഭീമസേൻ ജോഷിക്ക് പാടാൻ മാത്രമല്ല കളിക്കാനും കാർ ഓടിക്കാനും നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. ഒന്നുകൂടെ നോക്കിക്കേ. സംഗീതയ്ക്ക് അതിരിക്ത് പണ്ഡിറ്റ് ഭീമസേൻ जोशी को क्रिकेट खेलने और कार चलाने में बहुत शौक था. ओके, थैंक यू. क्वेश्चन नंबर गा. भीमसेन जी ने विधिवत संगीत किनसे सीखा? भीमसेन जोशी ने पंडित സവായ് ഗന്ധർവ് സെ സംഗീത सीखा. ഭീമസേൻ ജോഷി സംഗീതം അഭ്യസിച്ചത് ആരിൽ നിന്നാണ്? ഭീമസേൻ ജോഷി പണ്ഡിറ്റ് സവായ് ഗന്ധർവ് സെ സംഗീത सीखा. പണ്ഡിതനായ സവായ് ഗന്ധർവിൽ നിന്നുമാണ് അദ്ദേഹം സംഗീതം പഠിച്ചത്. ശ്രവൺ കൗശൽ, ലിസണിംഗ് സ്കിൽസ്. ക്വസ്റ്റ്യൻ നമ്പർ ക. ഭീമസേൻ ധാർവാഡ് മേ കിസ്സെ മിലെ? ഭീമസേൻ ജോഷി ധാർവാഡിൽ ആരുമായിട്ടാണ് കണ്ടുമുട്ടിയത്? ഭീമസേൻ ധാർവാഡ് മേ സവായ് ഗന്ധർവ് സെ മിലെ? പണ്ഡിതനായ സവായ് ഗന്ധർവുമായിട്ടാണ് ധാർവാഡിൽ കണ്ടുമുട്ടിയത്. ഭീമസേൻ जोशी ने धारवाड़ में पंडित सवाई गंधर्व से मिले. क्वेश्चन नंबर ख. भीमसेन पंडित सवाई गंधर्व से किस उम्र में मिले? ഏത് വയസ്സിലാണ് അദ്ദേഹം സവായ് ഗന്ധർവുമായി കണ്ടുമുട്ടിയത്? ഭീമസേൻ പണ്ഡിറ്റ് സവായ് ഗന്ധർവുമായി കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സായിരുന്നു? ഭീമസേൻ പണ്ഡിറ്റ് സവായ് ഗന്ധർവ് സെ 13 വർഷക്ക് ഉമ്മർ മേ മിലെ. 13 വയസ്സുള്ളപ്പോഴാണ് ഭീമസേൻ ജോഷി
സവായ് ഗന്ധർവുമായി കണ്ടുമുട്ടിയത്. ഭീമസേൻ पंडित सवाई गंधर्व से 13 वर्ष की उम्र में मिले. 13 വയസ്സുള്ളപ്പോൾ, വെറും 13 വയസ്സിലാണ് ഭീമസേൻ ജോഷി പണ്ഡിറ്റ് സവായ് ഗന്ധർവുമായി കണ്ടുമുട്ടിയത്. भीमसेन पंडित सवाई गंधर्व से 13 वर्ष की उम्र में मिले. ओके, थैंक यू. नेक्स्ट क्वेश्चन नंबर का, भीमसेन कितने घंटे रियाज करते थे? ഭീമസേൻ ജോഷി എത്ര മണിക്കൂറാണ് പ്രാക്ടീസ് ചെയ്തിരുന്നത്? ഭീമസേൻ 9 घंटे റിയാജ് കർത്തേ ഥേ. 9 घंटे 9 മണിക്കൂറാണ് പ്രാക്ടീസ് ചെയ്തിരുന്നത്. 9 മണിക്കൂർ, അത്ര കഠിനമായി അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിരുന്നു. 9 घंटे. ഓക്കെ. भीमसेन कितने घंटे रियाज करते थे? भीमसेन 9 घंटे रियाज करते थे. क्वेश्चन नंबर घ, रियाज के बीच बीच गुरु क्या कहते थे? ഈ റിയാജ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗുരു എന്താണ് അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത്? ഇങ്ങനെ ഇടയ്ക്കെല്ലാം പറയല്ലേ, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗുരു അദ്ദേഹത്തോട് എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? റിയാജ് കെ ബീജ് ബീജ് ഗുരു കഹത്തെ ഥേ അഭി ബാത്ത് നഹി ബനി. ഇങ്ങനെ പറഞ്ഞു, എന്തോ 9 മണിക്കൂർ അടുപ്പിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഗുരു പറയുമായിരുന്നു, ഇതുവരെ ആയിട്ടില്ല മോനെ, ഇതുവരെ ആയിട്ടില്ല. क्वेश्चन नंबर का, ഭീമസേൻ കിത്തനെ घंटे റിയാസ് കർത്തേ ഥേ? ഭീമസേൻ ജി എത്ര മണിക്കൂർ, ഘണ്ട എന്ന് പറഞ്ഞാൽ മണിക്കൂർ, എത്ര മണിക്കൂർ പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു? ഭീമസേൻ 9 घंटे റിയാസ് കർത്തേ ഥേ. 9 മണിക്കൂർ റിയാസ് ചെയ്യാറുണ്ടായിരുന്നു, പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു. 9 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ ഘ, റിയാജ് കെ ബീജ് ബീജ് മേ ഗുരു ക്യാ കഹത്തെ ഥേ? ഈ റിയാജ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് 9 മണിക്കൂർ കണ്ടിന്യൂ പ്രാക്ടീസാണ്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗുരു വന്നുകൊണ്ട് ഇടയ്ക്കെല്ലാം ഗുരു എന്തായിരുന്നു അദ്ദേഹത്തോട് പറയാറുണ്ടായിരുന്നത്? റിയാജ് കെ ബീജ് ബീജ് മേ ഗുരു കഹത്തെ ഥേ അഭി ബാത്ത് നഹി ബനി. ഇതുവരെ ആയിട്ടില്ല മോനെ, ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല, നീ ഇനിയും ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. റിയാജ് കെ ബീജ് ബീജ് മേ ഗുരു കഹത്തെ ഥേ കി അഭി ബാത്ത് നഹി ബനി. ഇതുവരെ ആയിട്ടില്ല, ഇനിയും നിനക്ക് ഒരുപാട് പ്രാക്ടീസ് ചെയ്യണമെന്ന് ഗുരു പറയാറുണ്ടായിരുന്നു. ലേഖൻ കൗശൽ, റൈറ്റിംഗ് സ്കിൽസ്. क्वेश्चन नंबर का, पंडित भीमसेन जोशी भारत में किन प्रस्तुतियों के ഐക്കൺ थे? പണ്ഡിത് ഭീമസേൻ ജോഷി ഭാരതത്തിലെ ഏതൊക്കെ പ്രസിദ്ധീകരണങ്ങളുടെ ഐക്കണായിരുന്നു? पंडित भीमसेन जोशी मिले सुर मेरा तुम्हारा तो सुर बन जाए हमारा और 10 राग जैसे രാഷ്ട്രീയ പ്രസ്തുതിയും के ഐക്കൺ थे. പ്രസ്തുതിയോ ഏതൊക്കെ പ്രസിദ്ധീകരണങ്ങളുടെ ഐക്കണായിരുന്നു? പണ്ഡിത് ഭീമസേൻ ജോഷി മിലേ സുർ മേരാ തുമാര, സുർ ബൻ ജായേ ഹമാര ഔർ 10 രാഗ് പോലുള്ള രാഷ്ട്രീയ പ്രസിദ്ധീകരണങ്ങളുടെ ഐക്കണായിരുന്നു പണ്ഡിത് ഭീമസേൻ ജോഷി. पंडित भीमसेन जोशी मिले सुर मेरा तुम्हारा सुर बन जाए हमारा और 10 राग जैसे രാഷ്ട്രീയ പ്രസ്തുതിയും के ഐക്കൺ थे. എൻ്റെയും നിൻ്റെയും സ്വരം ഒന്ന് ചേർന്നാൽ നമ്മുടെ സ്വരമാകും എന്ന ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ പേരാണ് കേട്ടോ. ദേശരാഗാണ്. ഈ പ്രസിദ്ധീകരണങ്ങളുടെ ഐക്കണായിരുന്നു പണ്ഡിത് ഭീമസേൻ ജോഷി. അപ്പോൾ ഇതൊക്കെ എഴുതി വെക്കുക കേട്ടോ. താങ്ക് യു. क्वेश्चन नंबर ख, गाना तो ऐसा ही गाना है, यह भीमसेन ने कब और क्यों ठान लिया? പാടുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ പാടണം എന്ന് ഭീമസേൻ എപ്പോഴാണ് തൻ്റെ ഹൃദയത്തിൽ തീരുമാനമെടുത്തത്? എപ്പോഴാണ്? बचपन में स्कूल से लौटते एक दुकान पर उस्ताद अब्दुल करीम खां के गायन से प्रभावित होकर उन्होंने ठान लिया कि गाना तो ऐसा ही गाना है. ചെറുപ്പത്തിൽ സ്കൂൾ വിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു കടയിലിരുന്ന്, ദുഖാൻ പർ എന്ന് പറഞ്ഞാൽ ഒരു കടയിലിരുന്ന് ഉസ്താദ് അബ്ദുൾ കരീം ഖാൻ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ പ്രഭാവിതനായിട്ട് അദ്ദേഹം തൻ്റെ മനസ്സിൽ തീരുമാനമെടുത്തു. പാടുകയാണെങ്കിൽ ഇങ്ങനെ പാടണമെന്ന തീരുമാനം അദ്ദേഹം എടുത്തത് അന്നാണ്. ഉസ്താദ് അബ്ദുൾ കരീം ഖാൻ ഒരു കടയിലിരുന്ന് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരിക്കൽ ഭീമസേൻ ജോഷി സ്കൂൾ വിട്ട് തിരിച്ചു വന്നപ്പോൾ
സംഗീതജ്ഞനായ അബ്ദുൾ കരീം ഖാ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പാട്ട് കേട്ട് വളരെ ഇഷ്ടം തോന്നിയ ഭീമസേൻ ജോഷി തൻ്റെ മനസ്സിൽ തീരുമാനമെടുത്തു, പാടുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ പാടണമെന്ന്. गाना तो ऐसा ही गाना है। यह भीमसेन ने कब और क्यों ठान लिया? बचपन में स्कूल से लौटते थे एक दुकान पर उस्ताद अब्दुल करीम खां के गायन में प्रभावित होकर उन्होंने ठान लिया कि गाना तो ऐसा ही गाना है। क्वेश्चन नंबर ग, सवाई गंधर्व का शिष्य बनकर संगीत का अभ्यास कैसे किया? സവായ് ഗന്ധർവ് അബ്ദുൾ കരീം ഖായുടെ ശിഷ്യനാണ് അല്ലേ. സവായ് ഗന്ധർവ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് അദ്ദേഹം എങ്ങനെയാണ് തൻ്റെ പാട്ട് പ്രാക്ടീസ് നടത്തിയത്? സവായ് ഗന്ധർവ് का शिष्य बनकर पंडित भीमसेन जी ने 9 घंटे रियाज करते थे. 9 മണിക്കൂർ വരെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. जब गुरु कहते हैं अभी बात नहीं तो अपनी कोशिश और भी बढ़ा देते थे. തൻ്റെ പ്രാക്ടീസ് വീണ്ടും കൂടുതൽ സമയത്തേക്ക് അദ്ദേഹം ചെയ്തിരുന്നു. കൂടുതൽ സമയത്തേക്ക് വീണ്ടും വീണ്ടും അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിരുന്നു. സവായ് ഗന്ധർവ് का शिष्य बनकर पंडित भीमसेन जी ने 9 घंटे रियाज करते थे. जब गुरु कहते अभी बात नहीं तो अपनी कोशिश और भी बढ़ा देते थे और रियाज में लग जाते थे. തൻ്റെ ഗുരു വന്നിച്ച് പറയും, ഇതുവരെ ഒന്നും ആയിട്ടില്ല കേട്ടോ, ഇനിയും കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുമ്പോൾ അദ്ദേഹം വീണ്ടും കുറേ നേരത്തേക്ക് കൂടി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. പരിശ്രമിച്ചിങ്ങനെ വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. പാടാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അത്രയധികം വലുതായിരുന്നു. ओके, सवाई गंधर्व का शिष्य बनकर संगीत का अभ्यास कैसे किया? सवाई गंधर्व का शिष्य बनकर पंडित भीमसेन जी ने 9 घंटे रियाज करते थे और गुरु कहते हैं अभी बात नहीं तो अपनी कोशिश और भी बढ़ा देते थे और रियाज में लग जाते थे. ओके, थैंक यू. क्वेश्चन नंबर ख, कार्यक्रम में गुरु की अस्वस्थ होने पर भीमसेन जोशी क्या किया? കാര്യപരിപാടിയിൽ, അതായത് ഒരു സദസ്സിൽ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. പാടിക്കൊണ്ടിരുന്നപ്പോൾ ഗുരുവിന് ഭയങ്കരമായിട്ട് അസ്വസ്ഥതയുണ്ടായി. അപ്പോൾ ഭീമസേൻ ജോഷി എന്താണ് ചെയ്തത്? കാര്യക്രമേ ഗുരു के अस्वस्थ होने पर भीमसेन जोशी ने मंच संभाला और राग मल्हार ऐसा गाया कि बस छा गया. ഭീമസേൻ ജോഷി എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ സ്റ്റേജ് നിയന്ത്രിച്ചു. എന്നിട്ട് രാഗം മൽഹാർ എന്ന് പറയുന്ന ആ രാഗം ആലപിച്ചപ്പോൾ ആ രാഗം അവിടെ അലയടിച്ചു. അത്ര മനോഹരമായി അദ്ദേഹം ആ രാഗം ആലപിച്ചു എന്നാണ് പറയുന്നത്. കാര്യക്രമേ ഗുരു के अस्वस्थ होने पर भीमसेन जोशी ने क्या किया? कार्यक्रमे गुरु के अस्वस्थ होने पर भीमसेन जोशी ने मंच संभाला और राग मल्हार ऐसा गाया कि बस छा गए. इन्हीं क्वेश्चन नंबर भीमसेन जोशी ने जंगल में महफिल कैसे जमाई? എങ്ങനെയാണ് കാട്ടിൽ കള്ളന്മാരുമായിട്ടുള്ള ആ കൂടിച്ചേരൽ എങ്ങനെയാണ് നടന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭീമസേൻ ജി കാര്യക്രമേ खुद कार चलाकर जाया करते थे. ഭീമസേന ജോഷി കാര്യക്രമം എന്ന് പറഞ്ഞാൽ കാര്യപരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി എവിടെയെങ്കിലും സംഗീത സദസ്സൊക്കെ ഉണ്ടായെങ്കിൽ ആ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സ്വയം കാർ ഓടിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഏക് ബാർ ബേഹുഗഡ ടാക്കുവംസെ സാമന ഹുവ, ഒരു ഭയങ്കര വനത്തിൽ വെച്ച് കള്ളന്മാരുമായിട്ട് കണ്ടുമുട്ടേണ്ടി വന്നു. ജബ് ഉൻകോ ബത്തായ, കള്ളന്മാർ ഭീമസേനും ജോഷിനെയും പിടിച്ചുകൊണ്ട് പോയില്ലേ, വനത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി. അദ്ദേഹം കള്ളന്മാരോട് പറഞ്ഞു, കിയേ തോ ഗായക് ഹേ, താനൊരു നല്ലൊരു പാട്ടുകാരനാണെന്ന് അവരോട് പറഞ്ഞു. തോ ടാക്കോംനെ കഹ, അപ്പോൾ കള്ളന്മാർ പറഞ്ഞു, ഗാന ഗാക്കർ ഹി മുക്തി മിലേഗി, ഇവിടെ ഇപ്പോൾ ഒരു നല്ല പാട്ടങ്ങ് പാടുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിട്ടേക്കാം. ഇസ് തരഹ് ജംഗൽ മേ മഹഫിൽ ജം ഗയി, അങ്ങനെ ആ വനത്തിൽ വെച്ചൊരു കൂടിച്ചേരൽ സംഭവിച്ചു. भीमसेन जी कार्यक्रम में खुद कार चलाकर जाया करते थे. एक बार बेहड़ों में डाकुओं से सामना हुआ. जब उन्होंने उनको बताया कि ये तो गायक है तो डाकुओं ने कहा गाना गाकर ही मुक्ति मिलेगी. പാട്ട് പാടുകയാണ് എങ്കിൽ നിങ്ങളെ ഞങ്ങൾ വെറുതെ വിട്ടേക്കാമെന്ന് കള്ളന്മാർ പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ മനോഹരമായി ഗാന ആലപിച്ചു. ഇസ് തരഹ് ജംഗൽ മേ ഹി മഹഫിൽ ജം ഗയി, അങ്ങനെ വനത്തിൽ ആ മനോഹരമായ സംഗീത സദസ്സ് നടന്നു. അങ്ങനെ ഒരു കൂടിച്ചേരൽ അവിടെ
നടന്നു എന്നാണ് ലേഖകൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതും കൂടെ എഴുതി വെക്കുക കേട്ടോ. താങ്ക് യു. നെക്സ്റ്റ്, ട്രൂ ഓർ ഫോൾസ്, സഹി ഓർ ഗലത്ത് ബതാനാ ഹെ. ശരിയാണോ തെറ്റാണോ എന്ന് പറയണം. ക്വസ്റ്റ്യൻ നമ്പർ का गायन में ഭീമസേൻ की रुचि अपनी माँ के कारण हुई. ശരിയാണ് അല്ലേ? ശരിയാണ്. 18 साल की उम्र में अब्दुल करीम खां के शिष्य സവായ് ഗന്ധർവ് സെ ധാർവാഡ് മേ മിലെ. തെറ്റാണ് കേട്ടോ. 13 വയസ്സിലാണ് കണ്ടുമുട്ടിയത്. ഗുരുജി കെ സാത്ത് ജാക്കർ ഭീമസേൻ മേ അത്ഭുത ആത്മവിശ്വാസ് पैदा हुआ. ശരിയാണ്. गायन के अलावा भीमसेन की जी को क्रिकेट और वॉलीबॉल भी खेलते थे. ക്രിക്കറ്റും വോളിബോളുമാണ് കളിച്ചിരുന്നത്. അത് സഹിയാണ്, ശരിയാണ് കേട്ടോ, ട്രൂ ആണ്. ഇനി ഭീമസേൻ ജി സച്ചേ സ്വർ സാധക് ഹിന്ദുസ്ഥാനി സംഗീതക്ക് പരിചായക് ഹെ. അതും ട്രൂ ആണ് കേട്ടോ, സഹിയാണ്. അപ്പോൾ ഇവിടെ എഴുതി ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങളത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫില്ലപ്പ് ചെയ്ത് വെക്കുക കേട്ടോ. താങ്ക് യു. ഭാഷാ कौशल, लैंग्वेज स्किल्स. वर्ण संयोजन करके शब्द लिखिए. जॉइन द लेटर्स एंड मेक द वर्ड्स. क्वेश्चन नंबर का पो अधिकम आ, न अधिकम ङ अधिकम ई अधिकम त अधिकम आ, पंडित. क्वेश्चन नंबर का स अधिकम आ, ङ अधिकम ग अधिकम त अधिकम आ, संगीत. क्वेश्चन नंबर ग क अधिकम ई, र अधिकम त अधिकम आ, न अधिकम आ, कीर्तन. क्वेश्चन नंबर ख ग अधिकम आ, न अधिकम थ अधिकम आ, व अधिकम आ, गंधर्व. क्वेश्चन नंबर ङ म अधिकम आ, ङ अधिकम च अधिकम आ, मंच. അപ്പോൾ ഇത്രയും കാര്യമാണ് ഇതിൻ്റെ അകത്തുള്ളത് കേട്ടോ. ഇത് നിങ്ങൾ എഴുതി വയ്ക്കുക. ഓക്കെ, താങ്ക് യു. नेक्स्ट, पेज नंबर 84. दिए गए संज्ञा शब्दों के लिए विशेषण शब्द चुनकर लिखिए. തന്നിരിക്കുന്ന സംജ്ഞ നൗണിന് വേണ്ടിയിട്ട്, പേരായ ശബ്ദത്തിന് വേണ്ടിയിട്ട് വിശേഷണം എന്താണ്? അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് ശബ്ദം നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതണം. അതിൻ്റെ അകത്ത് തന്നിരിക്കുന്നത് പ്രസ്തുതിയുമാണ്. രാഷ്ട്രീയ പ്രസ്തുതിയും, സമ്മാൻ, നാഗരിക്, ഷൗക്ക്, बेहद, गायिका अच्छी, कहानी रोचक, परीक्षा कठिन, गीत लोकप्रिय, घंटे 4. ഈ വാക്കുകളാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ വിശേഷണം എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവാണ്, സംജ്ഞ എന്ന് പറഞ്ഞാൽ നൗണാണ്. നൗണിന് വേണ്ടിയിട്ട് വിശേഷണം എഴുതുക. ഓക്കെ. दिए गए शब्दों में उपसर्ग जोड़कर लिखिए. ഉപസർഗ ശബ്ദ നയ ശബ്ദ. ഉപസർഗം ചേർത്ത് കഴിയുമ്പോൾ വരുന്ന ഉപസർഗവും ശബ്ദവും പിന്നെ രണ്ടും കൂടി ചേർത്ത് കഴിയുമ്പോൾ വരുന്ന പുതിയ ശബ്ദവുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. പ്ര അധികം സ്തുതി, പ്രസ്തുതി. പ്ര അധികം ഭവിത്, പ്രഭാവിത്. അനു അധികം കരണീയ, അനുകരണീയ. അനു അധികം കൂൽ, അനുകൂൽ. ആ അധികം ഗമൻ, ആഗമൻ. പ്രാ അധികം യജ്ഞ, പ്രയത്ന. വ അധികം ഹത്, വെഹത്. സം അധികം മാൻ, സമ്മാൻ. അപ്പോൾ ഇതെല്ലാം എഴുതി വയ്ക്കുക, പഠിക്കുക. താങ്ക് യു. नेक्स्ट, क्वेश्चन नंबर 5. दिए गए वाक्यों में क्रियापद रेखांकित कर उनका काल लिखिए. अंडरलाइन द वर्ब्स ആൻഡ് റൈറ്റ് देयर ടെൻസ്. തന്നിരിക്കുന്ന വാക്യങ്ങളിലെ ക്രിയാപദം, ക്രിയാവാക്ക് അഥവാ വെർബ് നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ടെൻസ് എഴുതണം. നമുക്കറിയാം 3 മെയിനായിട്ടുള്ള 3 കാൽ ആണുള്ളത്, അതായത് ടെൻസ് ആണുള്ളത്. ഏതൊക്കെയാണത്? വർത്തമാനകാൽ, ഭൂതകാൽ ആൻഡ് ഭവിഷ്യകാൽ. അവർ വർത്തമാനകാൽ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ടെൻസാണ്, ഭൂതകാൽ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസാണ്, ഭവിഷ്യകാൽ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ടെൻസാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ക്ലാസ് തന്നിട്ടുണ്ട്. ഹേ വന്നാൽ അത് പ്രസൻറ്റ് ടെൻസാണ്, വർത്തമാനകാലമാണ്. ഹുവ, ഹുയി, ഥ, ഥേ, ഥി എന്നൊക്കെ പറഞ്ഞു വരുവാണ് എങ്കിൽ എന്താണ്? അത് ഭൂതകാലമാണ്.
പിന്നെ ആയേക, ജായേക, കരേക, കരേകി, ഇങ്ങനെയുള്ള ഒരു ഏക, ഏകി, ഏങ്ക എന്നൊക്കെ പറഞ്ഞിട്ട് വന്നാൽ അത് ഭവിഷ്യകാലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1, ഭീമസെൻ ജോഷി കാ ജീവൻ ഹം സബ് കേലിയെ അനുകരണീയ ഹേ. അവിടെ ചേർക്കേണ്ട വേർഡ് ഹേ ആണ്. ഹേ ആണ് അവിടുത്തെ വെർബ്. അത് അണ്ടർലൈൻ ചെയ്യുക. വർത്തമാൻ കാലാണ്, പ്രസൻറ്റ് ടെൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, ഉൻക ജന്മ 14 ഫർവരി 1922 को हुआ था. അപ്പോൾ ഹുവാ ഥ എന്ന് പറയുന്ന വാക്കാണ് ക്രിയാശബ്ദ. അണ്ടർലൈൻ ചെയ്യുക. അത് ഥ എന്ന് പറയുന്ന വാക്കിൽ അവസാനിച്ചുകൊണ്ട് അത് ഭൂതകാലമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3, അപ്പോൾ ഗാന ഗാക്കർ ഹി മുക്തി മിലേഗി. അപ്പം മിലേഗി എന്ന് പറയുന്ന വാക്കാണ്. അത് ഏകി എന്ന് വന്നതുകൊണ്ട് അത് ഭവിഷ്യകാലാണ്, ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ക്രിയാശബ്ദം ഏതാണ്? മിലേഗിയാണ്. ഇസ് തരഹ് ജംഗൽ മേ ഹി മഹഫിൽ ജം ഗയ്. ജം ഗയ് എന്ന് പറയുന്ന വാക്കാണ്. അത് കഴിഞ്ഞു പോയി. അപ്പം എന്താണത്? ഭൂതകാലമാണ്. അതിൻ്റെ അകത്തെ വെർബ് ജം ഗയ്. नेक्स्ट क्वेश्चन नंबर 5, अपनी आवाज़ के रूप में आज भी हमारे बीच जीवित है. ഹേ ആണ് അവിടുത്തെ വെർബ്, ക്രിയാശബ്ദ്. അപ്പോൾ അതെന്താണ്? ഭവിഷ്യകാലാണ്. ഹേയിൽ അവസാനിച്ചാൽ ഭവിഷ്യകാലാണ്. അപ്പോൾ എഴുതുക. വാക്കുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. क्वेश्चन नंबर 6, दिए गए वाक्यों को शुद्ध करके लिखिए. കറക്റ്റ് ദ ഗിവൺ സെൻറ്റൻസ്. തന്നിരിക്കുന്ന സെൻറ്റൻസ്, അതായത് വാക്യം ശരിയാക്കി എഴുതുക. ഓക്കെ, ശരിയാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ ക, പണ്ഡിത് ഭീമസെൻ ജോഷി ഭാരത് കാ പഹ്ചാൻ ഹേ. പണ്ഡിത് ഭീമസെൻ ജോഷി ഭാരത് കായല്ല നമുക്ക് അവിടെ വേണ്ടത് കി. ഭാരത് കി പഹ്ചാൻ ഹേ എന്നാണ് വേണ്ടത്. ഓക്കെ. क्वेश्चन नंबर ख, गायन में उनका रुचि अपना माँ के कारण हुई. उत्तर, गायन में उनकी रुचि अपनी എന്നല്ല अपनी माँ के कारण हुई എന്നാണ്. क्वेश्चन नंबर ग, उनकी माँ अच्छा गायिക थी. അപ്പോൾ उनकी माँ अच्छी गायिക थी എന്നാണ് എഴുതേണ്ടത്. क्वेश्चन नंबर ख, उनकी रुचि और इरादे जांचने के लिए कठिन परीक्षा ली. उनकी रुचि और इरादे जांचने के लिए कठिन परीക്ഷ ली എന്നാണ് അവിടെ ആൻസർ കൊടുക്കേണ്ടത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ गायन को उन्होंने अपना लक्ष्य बना ली. गायन को उन्होंने अपना लक्ष्य बना लिया എന്നാണ് ആൻസർ കൊടുക്കേണ്ടത് കേട്ടോ. എഴുതി വയ്ക്കുക. താങ്ക് യു.